ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണണേ. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ചുവന്ന മുളകും ആവശ്യമുള്ളത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഈ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. ഏകദേശം ഒരു ബ്രൗൺ കളറെല്ലാം ആയി വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണേ, അതിൻ്റെ ആ പച്ചച്ചൊക്കെ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാല പൊടികളൊക്കെ ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ആ ഒരു ഭാഗം വിട്ടുപോയി പറയാൻ. അപ്പോഴേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ, നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് അല്പം ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഹാഫ് വരെ ഒന്ന് അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ ഗ്രേവിയുടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.